പ്രതിച്ഛായ മൂവി കണ്ടിട്ട് വന്നിരിക്കുകയാണ്. നിവിൻ പോളി അഭിനയിച്ച് ബി ഉണ്ണികൃഷ്ണൻ ഡയറക്റ്റ് ചെയ്ത പടം. ആറാട്ട് കഴിഞ്ഞ് ബി ഉണ്ണികൃഷ്ണൻ്റെ ഒരു ഡയറക്ടർ പടമാണ്. അതായത് ആറാട്ട് നമുക്കറിയാലോ, ആറാട്ടിൻ്റെ ഷോട്ടുകൾ കാര്യങ്ങളൊക്കെ നല്ല മികച്ച ഷോട്ടുകൾ, മികച്ച ഇതായിരുന്നു. പക്ഷേ ആറാട്ടൻ സിനിമ പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയി അവസാനം. എന്ന് വെച്ചാൽ ഒരു ഡെപ്തും ഇല്ലാത്തൊരു തിരക്കഥയെല്ലാം കൊണ്ടൊന്നും അങ്ങനെ കാണിച്ചതാണ്. പക്ഷേ ഈ മൂവി ഇൻട്രോയിൽ വരെ പക്ക ഒരു പൊളിറ്റിക്കൽ ഡ്രാമയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നന്നായിട്ട് ചെയ്തിട്ട് വന്നതാണ്. അതായത് ബാലേന്ദ്ര മോഹൻ ഒരു ഉക്കിൻ്റെ അഭിനയം, ഷറഫുദ്ദീൻ തകർത്തു. നിവിൻ പോളിക്ക് എന്തോ ഒരു ഡെപ്ത് കുറവുള്ള പോലെ തോന്നിയെന്ന് വെച്ചാൽ പുള്ളിക്കത് എടുത്താൽ പൊങ്ങാത്തൊരു വേഷമാണോ എന്നൊക്കെ ഉള്ള ഒരു സംശയമാണ് എനിക്ക് തോന്നിയത്. നിവിൻ പോളിയുടെ ഇതിൽ പടം നല്ലതായിട്ട് വന്നതാണ്. നല്ല ഇൻട്രോയിലൊക്കെ ആയപ്പോഴത്തേക്കും നല്ല ഉഗ്രനായിട്ടാണ് ഇൻട്രോവൽ സീനിലും ഇൻട്രോവലിന് മുമ്പുള്ള ബാലേന്ദ്ര മേനോൻ്റെ പെർഫോമൻസിലൊക്കെ തകർത്ത് വന്നു. വലിയ പക്ഷേ ഇൻട്രോവൽ കഴിഞ്ഞ് ബി ഉണ്ണികൃഷ്ണൻ്റെ സ്ഥിരം ശൈലിയുണ്ടല്ലോ, മിഷ്യൻ ഗണ്ണ്, ബോംബ്, റഷ്യ അവിടെ പോയി വെടിവെപ്പ്, നേപ്പാളിൽ പോയി വെടിവെപ്പ്, അങ്ങനെയൊക്കെ ഉള്ള കൊണ്ടുവന്ന് കോപ്പറേറ്റീവ് യുദ്ധം, അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് ആ പടം വെറുതെ കൊണ്ട് കളഞ്ഞു. നന്നായിട്ടൊരു കേരള രാഷ്ട്രീയം പറഞ്ഞു കൊണ്ടുപോയായിരുന്നെങ്കിൽ പടം നന്നായിട്ട് പോയേനെ. പക്ഷേ ഇത് പുള്ളി ഒരു ഡെപ്തില്ലാതെ, എന്ന് വെച്ചാൽ പുള്ളിക്ക് സ്ഥിരം ഇത്രയും എക്സ്പീരിയൻസിലൊക്കെ ഉള്ളൊരു സംവിധാനം തന്നെ പുള്ളി വീണ്ടും ആ ഒരു ചതിക്കുഴി ചെന്ന് വീണ്ടും വീണ്ടിരിക്കുകയാണ്. ആ ഒരു ഉണ്ടല്ലോ, ഇൻ്റർവെൽ കഴിഞ്ഞ് മറ്റേ കോപ്പറേറ്റീവ് യുദ്ധങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. മര്യാദയ്ക്കൊരു നല്ല രീതിയിലൊരു ഫാമിലി ഡ്രാമയായിട്ട് കൊണ്ടുപോകേണ്ടൊരു പടമാണ്. പിന്നെ വേറൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഇൻ്റർവെല്ലിന് മുമ്പ് മുഖ്യമന്ത്രിനെ മുഖ്യമന്ത്രിനെ സമ്മതിക്കുന്നു, ഞാൻ അഴിമതിക്കാരനാണ്, മറ്റേത് ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനെയുണ്ട് പുള്ളി പ്രതിച്ഛായ. പക്ഷേ ഇൻ്റർവെൽ കഴിഞ്ഞ് പുള്ളിയെ ഭയങ്കരമായിട്ടങ്ങ് വെളുപ്പിക്കുവാണ്. അവസാനം കൊണ്ട് നമ്മുടെ ഇതിന് മുമ്പിലത്തെ മുഖ്യമന്ത്രിയുടെ കോഴിമാടൊക്കെ കാണിച്ച പുള്ളി അവിടെ എഴുതുന്ന ഡയലോഗൊക്കെ ഇല്ലേ, ഇയാൾ നീതിമാനായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ലാസ്റ്റ് എഴുതി കാണിച്ച് അങ്ങനെയൊക്കെ ഉണ്ട്. ഇൻ്റർവെൽ വരെ പുള്ളിനെ ഒരു അഴിമതിക്കാരനാണ് ചിത്രീകരിക്കുന്നത് ഇൻ്റർവെൽ വരെ. പക്ഷേ ഇൻ്റർവെൽ കഴിഞ്ഞ് അതെങ്ങനെ വെളുപ്പിക്കാൻ തോന്നിയോ, എന്തോ ഒരു പ്രൊപ്പഗണ്ട മൂവി, എന്തോ ഇങ്ങനെ ആരോ ചെയ്തു കൊടുത്തു, ഒരു ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണോന്നോ എന്തോ അറിയത്തില്ല. പക്ഷേ ഇൻ്റർവെൽ കഴിഞ്ഞ പടം ഉണ്ണികൃഷ്ണൻ്റെ കയ്യിൽ നിന്ന് പോയി. ഈ രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ഇൻ്റർവെൽ കഴിഞ്ഞ് കോർപ്പറേറ്റ് യുദ്ധവും റഷ്യയും സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ പോയി വെടിവെപ്പൊക്കെ കാണിച്ചത്. രണ്ടാമത്, ഒരു അഴിമതിക്കാരനെന്ന് കാണിച്ച ഒരു മുഖ്യമന്ത്രിനെ വെളുപ്പിക്കാനും ശ്രമിച്ചതായിട്ട്. ഇത് രണ്ട് കുഴപ്പമാണ് എനിക്ക് ഈ പടത്തിന് തോന്നിയത്. അത്യാവശ്യം കാണാം, കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ചാൽ തീരെ ആറാട്ട് പോലെ അൺസഹിക്കബിൾ പടമൊന്നുമല്ല, അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ ഒരു പടമാണ്. നിവിൻ പോളിയുടെ മാത്രമുള്ളൊരു, നിവിൻ പോളി ഒരു ചെറിയൊരു കുഴപ്പം, നിവിൻ പോളിക്ക് ആ കഥാപാത്രത്തിൻ്റെ ഒരു ശക്തി ആവാഹിക്കാൻ പറ്റിയില്ലെന്നുള്ള പോലെ തോന്നി. പക്ഷേ എനിക്ക് വളരെ ഭയങ്കര ഭാവിയുള്ള നടനാണ് ഷറഫുദ്ദീൻ ഉഗ്രനായിട്ട് ചെയ്തിട്ടുണ്ട്. ഷറഫുദ്ദീൻ്റെ റോള് ഒരു കോർപ്പറേറ്റീവ് അധിപനായിട്ടാണ് കാണിക്കുന്നത്, ഒരു മീഡിയയുടെയൊക്കെ ഒരു ഹെഡായിട്ട്. പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബാലേന്ദ്രൻ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ രണ്ട് കുഴപ്പങ്ങളാണ് പടത്തിന് വന്നത് കേട്ടോ. പ്രതിച്ഛായ. ഓക്കെ.